അപ്പോൾ നമുക്ക് ഇന്ന് നല്ല മധുരമുള്ള മാമ്പഴത്തോണ്ട് എങ്ങനെ മാമ്പഴക്കറി ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമ്പഴക്കറി ഫ്ലോപ്പ് ആവാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ കറി പിരിഞ്ഞു പോകുമോ എന്നുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവും. അത് പിരിയാതെ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് കാണിക്കാം. പിന്നെ ഈ കുറുകിയ ചാറ് തന്നെ നമുക്ക് എങ്ങനെയാണ് കനം കുറയ്ക്കുക, കുറച്ചും കൂടെ കനം കുറയ്ക്കുക എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ടിപ്സ് അല്ലാതെ നിങ്ങൾക്ക് വല്ല ടിപ്സ് അറിയുന്നുണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് ശർക്കര പാനിയാണ് കേട്ടോ. അത് വെള്ളം ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം, സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3-4 പീസ് മാമ്പഴം, നല്ല പഴുത്ത മാമ്പഴമാണ് കേട്ടോ അടുത്തിലേക്ക് എടുത്തേക്കണത്. അത് വേണം എടുക്കണമെങ്കിൽ. എന്നിട്ട് അത് 3-4 പീസ് മാമ്പഴം ഇതുപോലെ നന്നായിട്ട് ഉടച്ചിട്ട് തന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിയിലേക്ക് ഫുള്ള് ഈ മാമ്പഴം ഇങ്ങനെ കിടക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഒരു 1/4-ൻ്റെയും 1/2 ടീസ്പൂണിൻ്റെ ഇടയിലായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കതിരി വേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത്ര മതി. ഇനി ഇത് നമുക്ക് ആ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ് കേട്ടോ. നമ്മൾ വെള്ളം അധികമാവരുത്, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാമ്പഴക്കറി വയ്ക്കുമ്പോൾ മാമ്പഴം വേവാനുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടോ. വെള്ളം കൂടി കഴിയുമ്പോഴാണ് നമ്മൾ പിന്നീട് ഒഴിക്കുന്ന അരപ്പായാലും മോരായാലും ഒക്കെ പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതൽ. പിന്നെ ടേസ്റ്റും ഉണ്ടാവില്ല നമ്മുടെ കറിക്ക്. പിന്നെ ഇതാ മാമ്പഴം ഞാൻ അവിടെ നല്ല പഴുത്ത മാമ്പഴമാണ്. ഇതുപോലെ തൊലി നമ്മൾ ഉരിഞ്ഞെടുക്കുക. നന്നായി പഴുത്തതാണെങ്കിൽ ഇതുപോലെ തൊലി ഉരിഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് അധികം അങ്ങോട്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൊലി ഉരിയാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ചെത്തിയെടുക്കാൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെത്തനേക്കാട്ടും കുറച്ചും കൂടെ നല്ലത് അതുപോലെ ഉരിഞ്ഞെടുക്കുന്നതായിരിക്കും തൊലി. അങ്ങനെയാണ് ശരിക്കും മാമ്പഴക്കറിയിലേക്ക് മാമ്പഴം നമ്മൾ ഇടുക. ഇനിയിപ്പോൾ അഥവാ ചിലർ ചെത്തി പീസാക്കിയിട്ട് ഇടുന്നവരുണ്ട്. അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം. എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഈ മാമ്പഴം 5 അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ ആ വെള്ളമെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് പതുക്കെ ഒന്ന് കുറേശ്ശെ ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് കോരി ഒഴിക്കുക. വേണ്ട, ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അത്രേനേ ആവശ്യമുള്ളൂ. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു തിള വരുന്ന വരെ ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതിയാവും. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് 4 പച്ചമുളക് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മധുരവും എരിവും പുളിയും ഒരേപോലെ നിൽക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു രുചി ഉണ്ടാവുക കേട്ടോ മാമ്പഴക്കറിക്ക്. ഇനി ഇതിലേക്ക് ഇതാ 2 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഇട്ട് കൊടുക്കാനായിട്ട് വിടരുത് കേട്ടോ. നല്ലൊരു രുചി കൂട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ മാമ്പഴക്കറിക്കായാലും മോരുകറിക്കായാലും കാളനിലെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഉള്ളി 2 ആക്കിയിട്ട് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അരയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടേക്കണത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാധാരണ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും വരണം. പിന്നെ ഇതിലേക്ക് 2 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല വെണ്ണ പോലെ അരയ്ക്കണം കേട്ടോ. അതും ആണ് പിന്നെ അടുത്ത ടിപ്പ്. നമ്മുടെ നല്ല വെണ്ണ പോലെ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പിരിയാതെ തന്നെ നമുക്ക് കറി കിട്ടും. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാമ്പഴത്തെ തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു അടിഭാഗം ഇപ്പോൾ ഒന്നായിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് അപ്പുറം തിരിച്ചിട്ടിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. കാരണം ഇപ്പോൾ ഇത്തിരി ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുക വേണ്ടോ. ആ നേരം കൊണ്ട് നമുക്ക് മോരൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. 1/2 കപ്പ് തൈരാണ് കേട്ടോ, മോരല്ല, തൈര് എടുക്കുക. നല്ല കട്ടിയുള്ള തൈരാണ് ഇതിലേക്ക് ആവശ്യം. പുളി നിങ്ങളുടെ മാമ്പഴം പുളിയുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോര് പുളിയുള്ളത് എടുക്കണ്ട. അപ്പോൾ എൻ്റെ നല്ല മധുരമുള്ള മാമ്പഴമായ കാരണം നല്ല പുളിയുള്ള മോരാണ് ഞാൻ എടുത്തേക്കണത്. 1/2 കപ്പ് ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ടൊരു കതിരി വേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മിയിട്ടൊന്ന് അതിലേക്ക് ഒന്നിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മാമ്പഴം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതലായി എന്ന് വിചാരിക്കുക. മാമ്പഴം വെന്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം അധികമായി നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ആ തവി കൊണ്ട് ഒന്ന് തെക്കിയിട്ട് ഒരു ഗ്ലാസ്സിലേക്കോ പ്ലേറ്റിലേക്കോ ഒന്ന് മാറ്റി വയ്ക്കുക. അതുകൊണ്ട് നമുക്ക് അരപ്പ് നമ്മൾ അരച്ചിട്ട് നമ്മൾ മിക്സിയിൽ ജാറിൽ ഇത്തിരി വെള്ളം ഒന്ന് ചുറ്റിച്ച് ഒഴിക്കണം. അപ്പോൾ ആ സമയത്ത് ഒഴിച്ചാലും മതി. കാരണം ഇപ്പം ഈ അടുത്ത് നമ്മൾ തൈരാണ് ഒഴിക്കാൻ പോണത്. ആ സമയത്ത് ഇതിൽ വെള്ളം അധികം പാടില്ല. കുറച്ച് ആ മാമ്പഴം വെന്തതിന് ശേഷമുള്ള ഒരു ലേശം വെള്ളം അതിനാവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ നന്നായി തിളച്ച് ഇപ്പോൾ പാകത്തിനുള്ള വെള്ളമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കട്ടെ തൈര് ഒഴിക്കുന്ന സമയത്ത്. എന്നിട്ട് തൈര് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, തൈര് ഒഴിക്കുമ്പോൾ ഈ മാമ്പഴക്കറിയിലേക്ക് മണമില്ല ഒന്നും ഇല്ലാത്ത തൈര് ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തൈര് ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ആ തൈര് വെക്കുന്ന പാത്രം ഒന്ന് കഴുകിയിട്ട് വീണ്ടും തൈര് അതിലേക്ക് തന്നെ ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ തൈരൊന്നും മണക്കില്ല അങ്ങനെ.
നല്ല മണമായിട്ട് തന്നെ ഇരിക്കും. പൊട്ട മണമാണെങ്കിൽ ആ മാമ്പഴക്കറിക്ക് ഒരു തൈരിൻ്റെ ഒരു മണം വരും. അപ്പോൾ അത് ഇല്ലാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൈര് ആദ്യം ഒഴിക്കണം. ലാസ്റ്റ് ഒഴിച്ചാലും ആ ഒരു തൈരിൻ്റെ ഒരു അത് നിൽക്കും, പച്ചക്കുത്തിങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ തൈര് ഒഴിച്ചിട്ട് ഇതുപോലെ കലക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കലക്കിയാൽ മതി. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. അരപ്പ് ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ചിറ്റിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ കട്ടി തന്നെയാണ് വേണ്ടത് ശരിക്കും മാമ്പഴക്കറി, പക്ഷേ വല്ലാണ്ട് കട്ടിയാവാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഇടയ്ക്ക് ഒന്ന് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കാതെ വെക്കരുത്. ഇളക്കാതെ വെക്കുമ്പോഴാണ് ഇതിങ്ങനെ പിരിഞ്ഞ പോലെ ആവുന്നത്. അപ്പോൾ അതായത് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണ്ട ചാറ് ഇപ്പോൾ നല്ല രസമായി വന്നിട്ടുണ്ട്. തീരെ പിരിയില്ല. നമ്മുടെ മാമ്പഴം കണ്ട, നമ്മൾ ഫസ്റ്റ് ഉടച്ചിട്ട മാമ്പഴം ഈ കറി മുഴുവൻ ഇങ്ങനെ നല്ല ഈവണായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും നമ്മുടെ കറിക്ക് ഉണ്ടാവുക. ഇനി ഇതാ ഞാൻ ഇപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പും മധുരമൊക്കെ ആവശ്യത്തിന് ചേർക്കുക ഈ സമയത്ത്. ഇനി ഇതൊന്ന് തിള വരട്ടെ കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ഇതാ ഒന്ന് തിള നമ്മൾ കൺമുന്നിൽ കാണുന്ന ആ ഒരു തിള ഇത്രയും തന്നെ മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. നമ്മൾ ചട്ടിയിൽ വെച്ച കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. കാരണം ചട്ടിയിൽ കുറച്ച് നേരം കൂടി ആ ചൂട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിൽ കാച്ചിടാൻ വേണ്ട. കാച്ചിടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ തന്നെ ഉലുവയും ചേർത്ത് കൊടുക്കുക. ഉലുവയാണ് നമ്മുടെ മാമ്പഴക്കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. 2-3 കതിര് വേപ്പില ഇട്ട് കൊടുക്കുക. 2-3 വറ്റൽമുളക് ഞാൻ മുഴുവനോടെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിട്ടിട്ട് മുളക് നല്ല കറുപ്പ് കളർ ഇങ്ങനെ ആവുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് താളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ചാറ് ഞാൻ ഇതിൻ്റെ ഒന്ന് ലൂസാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ചാറിന് കമ്മിയാവും. ഇതിപ്പോൾ കട്ടിയിലാണ് ശരിക്കും മാമ്പഴക്കറി ഉണ്ടാവുക. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ലാവിഷായി കഴിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ചാറ് കുറുകിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുത്തു, ബെല്ലം ഒഴിച്ചു കൊടുത്തു, കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ അതാ കണ്ട ഇത്തിരിയും കൂടി ലൂസായിട്ട് വൈകുന്നേരത്തേക്ക് കിട്ടിയപ്പോൾ ചാറ് അങ്ങോട്ട് നീട്ടി വെച്ചു. അപ്പോൾ ഇങ്ങനെ എപ്പോഴും കണ്ട നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചാറിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ഇടയിൽ കാണുന്നത് മുഴുവൻ നമ്മുടെ മാമ്പഴം ഉടച്ചിട്ട മാമ്പഴങ്ങളാണ്. ബാക്കി ചാറെല്ലാം നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത്. ടിപ്സ് ഉണ്ടെങ്കിലും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.